കുറച്ച് ഫാമിലീസ് കയറി, പക്ഷെ അവർ കയറ്റി വിട്ടില്ല കേട്ടോ. അവര് പറ്റിച്ചു, ഇറക്കി വിട്ടു. അതിന് മാത്രമുള്ളവരുണ്ടോ എന്ന് അവർ ചോദിച്ചു. പുഷ്പയുടെ അപ്പൊ ഞങ്ങളിനി തിരിച്ചിനി പോകുവാണ്. അൻസറിനെ നന്നായിട്ട് ഓടിക്കാറാണ്. അപ്പൊ അതൊക്കെ പോയാൽ മതി, നമുക്ക് പെട്ടെന്ന് സ്ഥലത്ത് കിടന്ന് ഗുസ്തി കാണിക്കുന്നവരല്ല. ഇവിടുന്നൊക്കെ പോയി കഴിഞ്ഞാൽ അതെ താഴ്ചക്കൊക്കെ പോയാലേ അൻസർ പോയാൽ മനസ്സിലായി. പക്ഷെ അൻസറിന്റെ വണ്ടി പോയാൽ ഞാൻ സഹിക്കില്ല. എന്നെ തൊട്ട് പോയത് എന്റെ പിള്ളേരെ തൊട്ട. എനിക്ക് നാളെ അവിടെ അടയ്ക്കാപ്പറി ഉണ്ടായിരുന്നേ ഓട്ടത്തില്. പാപ്പാനെ പാപ്പാന്റെ തന്തയാടി. ഇങ്ങനെ അഭിനയിച്ച് മിക്കാറും നിന്റെ സിനിമ. എടാ നമുക്ക് ഇന്നലെ വീഡിയോ ഇവിടെ ഓരോന്ന് സീൻസ് ഒക്കെ അഭിനയിച്ച് പോയാൽ പോരാ. അപ്പം ഓരോ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞു അതെ ഞങ്ങളെ തിരുവട്ടികളെ. അപ്പൊ അങ്ങനെ അഭിനയിച്ചു പോകുമ്പോ നമ്മളത് റീച്ച് ആവാം. നമ്മുടെ സീക്വൻസ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അത് വേണ്ട, നീ സിനിമയിൽ ഇട്ടാ മതി. ഓ ഇന്ന് നോമ്പില്ലെങ്കിൽ എനിക്ക് ആ മറ്റേ റോജപ്പാക്കി പിടിച്ച് തിന്നിട്ടോ കടകളോടാ. അയ്യോ റെക്കോർഡിങ് ആണോടാ? മതിടാ, നിർത്തടാ. എടാ പോടാ ആ കഥകട. അപ്പോ മോനെ അല്ല, രണ്ടുപേര് പുറത്ത് നിന്ന് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതായിട്ട് കഥ കിടക്കുന്ന സീന് നമുക്ക് ഇവന്റെ എവിടെ വീട്ടിൽ വെച്ചെടുക്കാം. സെറ്റല്ലേ? മുട്ട കൊടുത്തി ഒരു നിക്കറൊക്കെ ഇട്ട് മുട്ട ബോക്സർ ഇട്ടായിരുന്നേ, ഷഡ്ഡി ഇട്ടായി. അല്ലേ വേണ്ട അൻസറിന്റെ പാവാട ഇരട്ടെ. അൻസറിന്റെ പാവാട നിനക്ക് എയ്ഡ്സ് പയ്യെ പോയാൽ മതിടാ. ഇപ്പഴേ ഓടിച്ചതിന്റെ എന്നെ കാണിക്കാനാ.